രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം ഗ്ലാമർ പോരാട്ടം എന്ന് പറയുന്നത് പോരാട്ടത്തിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് രാഹുൽ ഗാന്ധി എന്ന സ്ഥാനാർത്ഥിയുടെ പ്രസക്തി കൊണ്ടാണ്. വയനാട്ടിൽ കമലുണ്ട്. കമൽ, രാഹുൽ ഗാന്ധി ഇല്ലല്ലോ, അവിടെ കലാശക്കൊട്ട എങ്ങനെ? അഭിലാഷ്, പ്രിയങ്ക ഗാന്ധി അല്പസമയം മുമ്പ് വയനാട്ടിലെ കമ്പളക്കാട് റോഡ് ഷോ നടത്തി മടങ്ങിയതേയുള്ളൂ. അവർ ഇനിയും ഇതേ മണ്ഡലത്തിലെ മലപ്പുറം ജില്ലയിലെ ഭാഗങ്ങളിൽ ഇന്ന് വീണ്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയാണ് അവസാന ദിവസം പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. വലിയ ജനപങ്കാളിത്തമായിരുന്നു കമ്പളക്കാട്ടെ റോഡ് ഷോയിൽ. എന്തായാലും അഭിലാഷ് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തി. മറ്റ് പല വിഷയങ്ങൾ, മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രത്തോളം കുറയും, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം നിലനിർത്താനാകുമോ കൂട്ടാനാവുമോ എന്നതൊക്കെ തന്നെയാണ് ചർച്ച. LDF അവകാശപ്പെടുന്നത് ഗണ്യമായ കുറവ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതുപോലെ BJP കഴിഞ്ഞ തവണ BDJS 78,000 വോട്ടുകൾ മാത്രമാണ് NDA BDJS സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇത്തവണ K സുരേന്ദ്രനാണ്, BJP സംസ്ഥാന പ്രസിഡന്റാണ്, താമര ചിഹ്നമാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂരിപക്ഷം ഇരട്ടിയാക്കാനുള്ള ശ്രമമാണ് NDA നടത്തുന്നത്. അത്തരത്തിൽ ആ വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്ന് ചോരും, അത് രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചർച്ച. എന്തായാലും ഈ സ്ഥാനാർത്ഥി സ്ഥലത്തില്ലെങ്കിൽ കൂടി ആവേശകരമായ പ്രചാരണം തന്നെയാണ് നടന്നത്. പ്രത്യേകിച്ച് LDF സ്ഥാനാർത്ഥി ആനി രാജ വളരെ ചിട്ടയായ പ്രചരണമാണ് മണ്ഡലത്തിൽ നടത്തിയത്. അവർ ഓരോ പഞ്ചായത്തിലും 4-5 തവണയൊക്കെ എത്തുന്ന രീതിയിൽ അത്രയും സജീവമായ രീതിയിലാണ് മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയത്. അഭിലാഷ്, തീർച്ചയായും കമൽ ഗംഭീരമായ സ്ഥാനാർത്ഥിയായിരുന്നു ആനി രാജ. പക്ഷേ സാഹചര്യവും എതിരാളിയും അങ്ങനെയായി. പക്ഷേ അഭിലാഷ്, നമ്മൾ ഈ ഭൂരിപക്ഷത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ കുറവോ അല്ലെങ്കിൽ ഏറുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ചില കൺഫ്യൂഷൻസ് വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കാൻ എതിർപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നമ്മളിപ്പോൾ അമേഠി രാഹുൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് അവിടെ അതിനകത്ത് എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പൊ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്ന ഒരു കാര്യം. അവിടെയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുമില്ല ഇതുവരെ. അമേഠിയിലും ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിൽ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലമാണ്. റോബർട്ട് വാദ്രയാണ് അവിടെ സ്ഥാനാർത്ഥി. അല്ല, അത് വളരെ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് പോവുമോ? ഇനി റോബർട്ട് വാദ്ര കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആവുമോ? ഇനി കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ റോബർട്ട് വാദ്ര മത്സരരംഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് റോബർട്ട് വാദ്ര മത്സരിക്കും തുടങ്ങിയത് ഇനി നമുക്ക് വളരെ കൗതുകമുള്ള കാര്യമാണ്. റോബർട്ട് വാദ്ര കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചാലാണ് BJPക്ക് ഗുണം. അതെ. അപ്പോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചെടുത്ത് പിന്നെ റോബർട്ട് വാദ്രയെ തോൽപ്പിക്കാൻ ഒരുപക്ഷെ BJPക്ക് വലിയൊരു വിയർപ്പൊഴുക്കേണ്ടി വരില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വെച്ച് അവർ താമസിപ്പിക്കുന്നത്? വയനാടിനെ വെച്ച് നോക്കുമ്പോൾ, വയനാടൻ ആ മണ്ഡലത്തിന്റെ വെച്ച് നോക്കുമ്പോൾ, അത് രാഹുൽ ഗാന്ധി എന്ന സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ അദ്ദേഹം അമേഠിയിൽ നിൽക്കുന്നു, റായ്ബറേലിയിൽ നിൽക്കാതിരിക്കും, ഇതൊന്നും വലിയ തോതിൽ തന്നെ അവിടെ ലോട്ടറി അടിക്കാൻ പോകുന്നത് ഞാൻ കരുതുന്നു K സുരേന്ദ്രനായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം രശ്മിൽനാഥിന് 2014 കിട്ടിയ 1,40,40,000 വോട്ട്, 1.35 മറ്റോ ആണ് BJPക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയ വോട്ട്. അതിൽ നിന്ന് എത്ര കൂടിയാലും അത് സ്വന്തം നിലയ്ക്ക് പിടിച്ചതായിരിക്കും എന്ന് അവകാശപ്പെടാൻ K സുരേന്ദ്രന് കഴിയും. എന്തായാലും കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ചതിനേക്കാൾ ഒരുപാട് വോട്ടുകൾ BJPക്ക് സ്വന്തം നിലയിൽ ആ മണ്ഡലത്തിലുള്ളത് ശേഖരിക്കാൻ കഴിഞ്ഞാൽ പോലും അത് K സുരേന്ദ്രന്റെ വിജയമായി മാറും എന്നുള്ളതാണ്. 10% വോട്ടിൽ കൂടുതൽ BJP പിടിക്കാൻ സ്കോപ്പില്ലാത്ത മണ്ഡലമാണ് വയനാട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മണ്ഡലങ്ങൾ, മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ, വയനാട് ജില്ലയിലെ 3. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും കോൺഗ്രസിന് ഒരു നല്ല മേധാവിത്വമുള്ള മണ്ഡലം. രാഹുൽ ഗാന്ധി ഇനി അമേഠിയിൽ മത്സരിക്കുന്നോ മത്സരിക്കാതിരിക്കുന്നോ, അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് വന്നോ പാലുകാച്ചിന് വന്നോ, ഇതൊന്നും രാഹുൽ ഗാന്ധിയുടെ ജയത്തിന് തടസ്സമാകുന്നില്ല. അവിടുത്തെ ജനകീയ സ്ഥായിയായിട്ടുള്ള അവരുടെ വിഷയങ്ങൾ. അല്ല, എനിക്ക് തോന്നുന്നത് ഈ അമേഠി ഇത് വെച്ച് താമസിപ്പിക്കുന്നത് വയനാടിന്റെ കാര്യത്തിലല്ല. ഈ രാഹുൽ ഗാന്ധി വഴി വയനാടിനപ്പുറം കേരളത്തിലേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടല്ലോ. അതിനെന്തെങ്കിലും തരത്തിൽ മങ്ങലുണ്ടാകാതിരിക്കാനാണ് അമേഠിയിലെ ഇത് വെച്ച് താമസിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുറഞ്ഞാൽ 4:30 നിന്ന് കുറഞ്ഞ 3 ലക്ഷത്തിന് താഴെ പോകുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 60% വോട്ടാണ് നമ്മുടെ സർവേയിൽ, അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടി ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി എന്നാണ് നമ്മുടെ സർവേയും പറയുന്നത്.